അതുകൊണ്ടല്ലേ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹ് പറഞ്ഞത് ഖുൽ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ൽ വഇദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീലാ. ഓ മുസ്ലിമേ, മരണത്തെ പേടിച്ചിട്ട് നീ ഓടിപ്പോവുകയാണോ? ഓ മുസ്ലിമത്തായ പെണ്ണേ, മരണത്തെ പേടിച്ചിട്ട് നീ ഓടിപ്പോവുകയാണോ? ഒരു പക്ഷേ ഓടിപ്പോയിട്ട് രക്ഷപ്പെടാൻ തോന്നിയെങ്കിലോ കുറഞ്ഞ കാലത്തിനെ നിനക്കതിന് കൂടെ നിൽക്കാൻ കഴിയുള്ളൂ. ഇത് പറഞ്ഞതിന് ശേഷമല്ല പറയാണ്, എത്ര ഓടിപ്പോയാലും പടച്ച റബ്ബ് നിശ്ചയിച്ച മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ, തങ്ങൾ ജനങ്ങളോടൊരു ചോദ്യം ചോദിക്കണോ? ഖുൽ മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹി ഇൻ അറാദ ബികും സൂഅൻ ഔ അറാദ ബികും റഹ്മാ. പടച്ച റബ്ബ് നിങ്ങളിൽ ഒരു തിന്മ ഉദ്ദേശിച്ചാൽ, ആ റബ്ബ് നിങ്ങളിൽ ഒരു അനുഗ്രഹം ഉദ്ദേശിച്ചാൽ, അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണുള്ളത് എന്ന് ജനങ്ങളോടൊന്ന് ചോദിക്കൂ നബിയേ. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയം വലാ നസീറാ. പടച്ച റബ്ബല്ലാതെ അവർക്കൊരു സഹായിയെയും കിട്ടൂല. പോയിട്ട് സഹായം ലഭിക്കാൻ ഒരാളെ കിട്ടൂല. ഏത് ശുഹദാക്കളെ സഹായിക്കുകയാണെങ്കിലോ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടത്തെ ശുഹദാക്കളെ കൊണ്ട് കിട്ടിയ നേട്ടത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഏത് ശുഹദാക്കളിൽ നിന്ന് സഹായം ലഭിക്കണമെങ്കിൽ, ഏത് അമ്പിയാക്കളിൽ നിന്നോ ഔലിയാക്കളിൽ നിന്നോ സ്വാലിഹീങ്ങളിൽ നിന്നോ മശായിഖന്മാരിൽ നിന്നോ സഹായം ലഭിക്കണമെങ്കിൽ പടച്ച റബ്ബ് പടച്ച സഹായമല്ലാതെ ഒരു നബിയിൽ നിന്നും ഒരു സഹായവും ലഭ്യമല്ലല്ലോ. ഒരു വലിയിൽ നിന്നും ലഭ്യമല്ലല്ലോ. ഒരു ഷഹീദിൽ നിന്നും ലഭ്യമല്ലല്ലോ. ഒരാളിൽ നിന്നും ലഭ്യമല്ലല്ലോ. ഇത് മുഅ്മിനുകളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ. അതുകൊണ്ടാണല്ലോ ചില മഹാന്മാര് പറഞ്ഞത്, വെറുതെയാണോ ബാപ്പമാരെ, വെറുതെയാണോ ഉമ്മമാരെ? ഇദാ ബലഗർ റജുലു 40 സന, ഒരാണിനോ ഒരു പെണ്ണിനോ 40 വയസ്സെത്തിയാൽ, 40 വയസ്സെത്തിയാളൊക്കെ ഒന്ന് കൈവക്കുന്നു കേട്ടു. അല്ല ഒന്ന് പൊക്കാൻ പറഞ്ഞു, ഒന്നുമില്ല, ഒന്ന് വെക്കാൻ വേണ്ടി പറഞ്ഞു. ആർക്കും വയസ്സായെങ്കിൽ വയസ്സായി എന്ന് പറയാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ടല്ലേ പ്രായമുള്ള ഒരാളടുത്ത് ചെന്നിട്ട്, നല്ല ബാല്യക്കാരനെ പോലെ ഉണ്ടല്ലോ നിങ്ങളെന്ന് പറഞ്ഞു നോക്കി, എന്തു കൊസിയാന്ന്. ആള് നല്ല വയസ്സായിന്, എന്നാലും പറയുന്ന നല്ല ബാല്യക്കാരനെ, പുതിയാപ്പിടനെ പോലെ അല്ലേ. കാക്ക ഇരിക്കുന്ന കാക്കൊക്കെ 7 കത്തന്റെ വയസ്സായിന്. ഉദാഹരണം പറയാം. കാക്കാന്ന് പറഞ്ഞാല് നമ്മളെ പിന്നെ നിക്കാഹിനിരിക്കുമ്പോ പെണ്ണിന്റെ ഒപ്പല്ലേ ഇരിക്കണേ. അപ്പൊ ഇരിക്കുമ്പോ പുതിയാപ്പിള അപ്പുറത്തായിരിക്കണേ. അപ്പൊ നിക്കാഹെല്ലാം കഴിഞ്ഞ ശേഷം ഒരാൾ വന്നിട്ട് വെറുതെ ഇയാളൊന്ന് കുഞ്ഞാപ്പാക്കാണ്. ഇയാളെ വെറുതെ ഒന്നിങ്ങനെ എന്താ ഞങ്ങൾ പറയാ മൂച്ച് കയറ്റാന്നറിയില്ലേ, അങ്ങനെ ഇയാളെ വന്നിട്ട് ഒന്നിങ്ങനെ പറയുമ്പോ പറയാണ്, പുതിയാപ്പിള നിങ്ങ മാവുണ്ട് ഡൗട്ട് ആയോണ്ട് നിങ്ങളെമേ പുതിയ ആപ്പിളുടെ പോലെ കണ്ടോണ്ടിന്ന്. അങ്ങനെയാണ് എന്റെ പ്യാരിയിൽ പറയാം. നിങ്ങളെമേ പുതിയ ആപ്പിളുടെ പോലെ കണ്ടോണ്ടിന്ന്. വെറുതെ ഇയാളെ പല്ലടക്കം പോയിന്. എന്ത് പുതിയ ആപ്പിള? ഇയാളിനി ആഖിറത്തിൽ പുതിയ ആപ്പിള, ദുനിയാവിലല്ല. പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞു നോക്ക്. അങ്ങനെ പറഞ്ഞു നോക്കിയാ മൂപ്പർക്ക് എന്തൊരു സന്തോഷമെന്ന് മാത്രല്ല, നിക്കാഹ് കഴിഞ്ഞിട്ട് നേരെ മൂപ്പർ പുറക്ക് പോയിട്ട് കണ്ണാടി ഇങ്ങനെ നോക്കും. ചുണ്ടിങ്ങനെ ആക്കിയിട്ടും സൊഡിങ്ങനെ ആക്കിയിട്ടും ഒക്കുമായ വിഷയമ്മ എന്നൊരു പുതിയ ആപ്പിളനെ പോലെ. എന്നിട്ട് മെല്ലെ ഇതെല്ലാം ഈ ഡൗട്ടെല്ലാം തീർക്കുന്ന ആരോട്? ഭാര്യനോട് പോയിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഭാര്യനോട് വന്നിട്ട് ചോദിക്കും, മെല്ലെ ചോദിക്കും, ഒക്ക ഞാൻ നിന്നോടൊരു വിഷയം ചോദിക്കുന്ന, നേര് പറയുന്നെങ്കിൽ മാത്രം ചോദിക്കുന്നു, ഇല്ലെങ്കിൽ ചോദിക്കാല്ല എന്നറിയാം. നിങ്ങൾ ഒന്ന് ചോദിക്കും മനുഷ്യന്മാർ, അത് പറഞ്ഞാൽ മതി. പിന്നെ ഭാര്യക്ക് ഉറക്കില്ല, അയിമക്ക് ഉറക്കില്ല, താത്തക്ക് ഉറക്കില്ല, ഇഞ്ഞാക്ക് ഉറക്കില്ല. അല്ല വേണ്ട പാട്ട്
ഇയാൾ ഒന്നും കൂടി അയ്മന ഇതാ കുത്തിരിപ്പുണ്ടാക്കുന്നത്. വേണ്ട പോട്ടെ. അല്ല നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾ വിടല്ല. ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഒക്ക ഇന്ന് നിക്കാക്കിരുന്നപ്പോ ഞാൻ എന്നെ പുതിയാപ്പിളനെ പോലെ കണ്ടിന മുഹമ്മദ് ചൊല്ലി. മുഹമ്മദ് പറഞ്ഞു അങ്ങനെ ഒക്കുമായ വിഷയമാണ്. അപ്പൊ ഈമ പറഞ്ഞതന്നെയല്ലേ ഉമ്മ, ഒരു പക്ഷേ നിങ്ങളെ ഭർത്താവ് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയണം ഒക്കു നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടോണ്ടായിന് എന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയാപ്പിളിനെ പോലല്ലേ അന്ന് നിങ്ങളെ മംഗലായ അന്നത്തെ പോലെ തന്നെ ഇന്നും നിങ്ങളെ കാണുന്നെന്ന് പറയണം. എന്തു കൊസിയുമ്മ, പിന്നെ നിങ്ങളോട് ചൊടിക്കാല അയാള്. ഇതങ്ങനല്ല പറഞ്ഞേ. ഇത് പറഞ്ഞെന്തറിയോ, ആര് മുഹമ്മദ് ചൊല്ലിയാനാ? മുഹമ്മദിന്റെ കണ്ണ് പൊട്ടിണ്ടാവും. നിങ്ങൾ പുതിയാപ്പിളന്നല്ല ചൊല്ലിനാര് മുഹമ്മദാ? ഓ അങ്ങനെ ചൊല്ലത്തില്ലേ, ഓക്ക് കണ്ണിന് കാഴ്ചയില്ല, കണ്ണ് ശരിയില്ല. അങ്ങനല്ലല്ലോ. അല്ലെ 40 എത്തിയവരൊന്ന് കൈപൊക്ക് എന്ന് പറഞ്ഞപ്പോ എന്തിനാ പറഞ്ഞെന്ന് പറഞ്ഞാല് എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണ്. ഇദാ ബലഗർ റജുലു 40 സനാ, ഒരാണിനോ ഒരു പെണ്ണിനോ 40 വയസ്സെത്തിയാൽ നാദാഹു മുനാദിം മിനസ് സമായി, വാനലോകത്തു നിന്ന് മേൽഭാഗത്തു നിന്ന് ഒരു മലക്കിങ്ങനെ വിളിച്ചു പറയുന്നു, അത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് നടക്കണ്ട, അത് കേൾക്കണം എന്നില്ല. പണ്ഡിതന്മാരത് രേഖപ്പെടുത്തിയതാണ്. 40 വയസ്സെത്തിയാൽ മേൽഭാഗത്തു നിന്നൊരു മലക്കിങ്ങനെ വിളിച്ചു പറയുകയാണ്, ഓ മനുഷ്യ, ധനർറഹീൽ, യാത്ര അടുത്തുവല്ലോ, പോകാൻ സമയമായല്ലോ, ഫഅഇദ്ദ സാദാ, ആ പോകാൻ കൊണ്ടുപോകാൻ വിഭവങ്ങൾ ഒരുക്കി വെച്ചോ, പോകാൻ ആവശ്യമുള്ള വസ്തുക്കൾ റെഡിയാക്കി വെച്ചോ. അതല്ലേ ഒരു ബുദ്ധിയുള്ളവന് ചിന്തിക്കുന്നത്. അതുകൊണ്ടല്ലേ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യംബഗി ലിമൻ കാന ലഹു അഖ്ലുൻ, ബുദ്ധിയുള്ള ആണാണോ ബുദ്ധിയുള്ള പെണ്ണാണോ അവർക്ക് ആവശ്യമുള്ള സംഗതിയാണ്. ഇദാ അതാ അലൈഹി ഉംറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ തങ്ങൾക്കുണ്ടായ വയസ്സില്ലേ, എത്രയാണ് വയസ്സ്? 63 വയസ്സല്ലേ. ആ 63 വയസ്സ് അവർക്കെത്തിയാൽ ഒരു ബുദ്ധിയുള്ള ആണും പെണ്ണും ചെയ്യേണ്ട കാര്യം എന്താണ്? അവൻ മരിച്ചാൽ അവന്റെ അതേ ശരീരം പൊതിയുന്ന കഫൻ വസ്ത്രം 63 വയസ്സെത്തിയാൽ അവൻ സ്വന്തം തന്നെ റെഡിയാക്കി വെക്കട്ടെ. കാരണം ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത് 63 വയസ്സിൽ. ആ വയസ്സിൽ പോകാൻ സാധ്യതയുണ്ടല്ലോ. അതിന്റെ അപ്പുറം പിന്നെ ഏത് കാലം വരെ ജീവിക്കാനാണ് പ്രതീക്ഷിക്കുന്നത്? സ്വർഗത്തെ വട്ടക്കണ്ണി പിടിച്ചു കൊലുക്കുന്ന നേതാവ് പോലും 63-ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ ഹാത്തമുൽ നസം റളിയല്ലാഹു അൻഹു, ആ ഹാത്തമുൽ നസം റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ മിൻ സ്വബാഹിൻ ഇല്ലാ വയഖൂലു ശൈത്വാനു ലീ, ഏതൊരു പ്രഭാത സമയം ഉദിച്ചാൽ ആ പ്രഭാത സമയത്ത് പിശാച് വന്നിട്ട് എന്നോട് പറയാണ്, മാ തഅകുൽ, പിശാച് വന്നിട്ട് എന്നോട് ചോദിക്കും. എല്ലാ സുബഹി നേരത്ത് പിശാച് വന്നിട്ട് എന്നോട് ചോദിക്കും, മാ തഅകുൽ, ഇന്ന് നീ എന്ത് തിന്നുന്നേ? വമാ തൽബസ്, ഇന്ന് നീ ഏത് കുപ്പായം ധരിക്കുന്നു? വഅയ്ന തസ്കുൻ, ഇന്ന് നീ എവിടെ താമസിക്കുന്നു? ഇങ്ങനെ പിശാച് എല്ലാ സുബഹി നേരത്ത് എന്നോട് വന്നിട്ട് ചോദിക്കുമ്പോ ഫഅഖൂലു ലഹു, ആ പിശാചിനോട് ഞാൻ അങ്ങ് മറുപടി പറയൂ. ഈ മറുപടി ഞാൻ സുബഹിക്ക് പറയണോ? നിങ്ങൾ പറയണോ? എന്നും സുബഹിക്ക് എണീറ്റാൽ പിശാച് വന്നിട്ട് കിതാബത്തിയാക്കാൻ നോക്കും. ആ പിശാചിന്റെ 3 ചോദ്യമാണ്. എന്നും സുബഹിക്ക് പിശാച് വന്നിട്ട് ചോദിക്കും, മാ തഅകുൽ, ഇന്ന് നീ എന്ത് തിന്നുന്നേ? വമാ തൽബസ്, നീ എന്ത് ധരിക്കുന്നേ? ഏത് ഡ്രസ് ഇടുന്നേ?
പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നു ഇവിടെ ഉണ്ടോ നിനക്കറിയില്ല. എന്ത് കറി? കോതിന്റെ കറി. ആ, എന്റെ അവിടെ തർക്കാരി, ബട്ടാറ്റന്റെ കറി. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കണേ. നാളെന്താക്കുന്നേ? നാളെ ഉമ്മ വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിലൊക്കെ വോയിസുകളാണ്. നാളെ എന്ത് ഓരോരുത്തരെ പുറകിൽ ഗമ്മത്ത് നോക്ക ചൊല്ലി നോക്കാം. അതിന് വലിയ അധ്വാനമൊന്നുമില്ലല്ലോ. ഇങ്ങനെ അമർത്തിയ പണ്ടിങ്ങനെ വെച്ചിട്ട് കുറെ നേരം നിർത്തേണ്ടിയിരുന്നു, എന്നിട്ട് അലക്കിയെങ്കിലല്ലേ പോവുള്ളൂ. ഇന്നങ്ങനല്ല, അമർത്തിയിട്ട് ഇങ്ങനെ മേൽക്ക് വെച്ചിട്ട് പിന്നെ എത്ര വേണമെങ്കിൽ വിഷയമുണ്ട. അപ്പൊ അതിലൂടെ നാളെ എല്ലാരെ പുറകിൽ എന്തല്ല ഗമ്മത്ത് ചൊല്ലി നോക്കോ നോക്കോ എന്നതിന് മെസ്സേജ് ഇങ്ങനെയാണ്. അങ്ങനെയാ. അപ്പൊ ഓരോ ലിസ്റ്റ് വരുന്ന, ഞാൻ അതാക്കാൻ ഉദ്ദേശിച്ചോ, നീ ഇതാക്കാൻ ഉദ്ദേശിച്ചു. അത് എങ്ങനെ ആക്കുന്നേ? അത് എങ്ങനെ ആക്കുന്നേ? ഞാൻ കുറെ ആയി വലിയ നെസ കാണുന്നില്ല, കട്ടിയാന്ന് ഒക്കെ. നെസ വേണമെങ്കിൽ അത് ഇതിടണോ, മറ്റത് ചേർക്കണോ, അത് ചേർക്കണോ, ഇത് ചേർക്കണോ? അതല്ല ഉമ്മ. എന്നും പിശാചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്ത് ധരിക്കുന്നു, എന്ത് തിന്നുന്നു, ഏടെ താമസിക്കുന്നു? പറഞ്ഞു, ആ സുബഹിക്ക് ഞാൻ പിശാചിയോട് പറയും, ഞാൻ എന്ത് തിന്നുന്നു നല്ലേ? ആകുലുൽ മൗത്ത്, ഞാൻ തിന്നുന്നത് മരണത്തെയാണ്. ഞാൻ എന്ത് ധരിക്കുന്നു നല്ലേ നിന്റെ ചോദ്യം? അൽബസുൽ കഫൻ, ഞാൻ അതാ കഫൻ വസ്ത്രമാണ് ധരിക്കുന്നത്. മരിച്ചാൽ കഫൻ വസ്ത്രമല്ലേ ധരിക്കുന്നത്? എവിടെ താമസിക്കുന്നു, ഏത് വീട്ടിൽ താമസിക്കുന്നു നല്ലേ ചോദ്യം? അസ്കുനുൽ ഖബ്റ, ഞാൻ താമസിക്കുന്നത് ഖബറിലാണ് കേട്ടോ. എന്നും പ്രഭാതമായാൽ പിശാച് വന്ന് എന്നോട് ചോദിക്കുന്ന 3 ചോദ്യത്തിന് ഞാൻ പറയുന്ന മറുപടി ഈ 3 മറുപടിയാണ്. ഞാൻ തിന്നുന്നത് മരണത്തെയാണ്, ഞാൻ ധരിക്കുന്നത് കഫൻ കുപ്പായത്തെയാണ്, ഞാൻ പോയി താമസിക്കുന്നതും കിടക്കുന്നതും ഖബറിലാണ്. ആ മരണം എന്റെ മുന്നിലുണ്ടെന്ന ബോധം വേണോ? ആ കഫൻ വസ്ത്രം ധരിക്കാനുണ്ടെന്ന ബോധം വേണോ? ഖബറിൽ പോയി കിടക്കാനുണ്ടെന്ന ചിന്ത വേണോ? ആ ചിന്തയുള്ള മുഅ്മിനുകളോടാണല്ലോ